നല്ല വെന്ത് ഉടഞ്ഞ് വെണ്ണ പോലെ ഇരിക്കുന്ന കപ്പ വേവിച്ചതും ബീഫ് കറിയും ചൂട് ചായയും. ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് മമ്മി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്ന് ടൗണിൽ പോകണം. വരുന്ന വഴിക്ക് മമ്മിയെ ഒന്ന് മിൽക്കയുടെ വീട്ടിലോട്ടാക്കണം. ഇനിയപ്പം ബാക്കിയുള്ള കുക്കിംഗ് വീഡിയോസ് എല്ലാം മിൽക്കയ്ക്കൊപ്പം അവരുടെ ചാനലിലായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് അവരുടെ ചാനൽ. മമ്മി ഇപ്പോൾ ഒരു ബിസി ലേഡിയാണ് കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും പറന്ന് ഇവിടെ എത്തും. അതിൻ്റെ ഇടയ്ക്ക് എന്താവശ്യത്തിന് അവർ വിളിച്ചാലും അങ്ങോട്ടും പോകും. അപ്പം ആകെ ഒരു ഒട്ടപ്പാച്ചിലാണ് ഇപ്പം. പക്ഷേ മമ്മി ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടി കടയിലോട്ട് കയറി. മമ്മി അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടപ്പം പറയുമായിരുന്നു, എടി കുഞ്ഞെ ഒരു കമ്പ് ഒടിച്ചെടുത്തു, നമുക്ക് വീട്ടിൽ ചെല്ലുമ്പം നട്ട് വെക്കാമെന്ന്. ആ സ്ഥിരം പല്ലവിക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ അതൊന്നും അലൗഡ് അല്ല എന്നുള്ളത് മമ്മി പലപ്പോഴും മറന്നു പോകും കേട്ടോ. ഒരാവശ്യവും കാണില്ല, വെറുതെയാണ്. ഒരു സാധനം എടുത്താൽ ആ പാക്കറ്റിൻ്റെ പുറവശത്ത് എഴുതിയിരിക്കുന്ന എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചർ ഡേറ്റ്, കൺട്രി ഓഫ് ഒറിജിന് ഇതെല്ലാം വായിച്ച് നോക്കി അതിൻ്റെ വിലവിവര പട്ടികയും തിരക്കിയതിന് ശേഷമേ ഒരു സാധനം എടുക്കത്തുള്ളൂ. ഒരാവശ്യവുമില്ല. ഇങ്ങനെയൊക്കെയാണ് കടയിൽ ഞങ്ങൾ സമയം കളയുന്നത്. അവിടുന്ന് നേരെ ഞങ്ങൾ ചെന്നത് പാകിസ്ഥാനി ഷോപ്പിലോട്ടാണ് കേട്ടോ. അവിടെ നല്ല സൂപ്പർ അറേബ്യൻ ബക്ലാവ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മഴയൊക്കെ ചാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ അവസാനിപ്പിച്ച് വേഗം തന്നെ കാറിലോട്ട് കയറി കേട്ടോ. അപ്പം അവിടെ വന്നപ്പോഴാണ് പുതിയ കഥ. അന്നക്കുട്ടിയുടെ മുഖമാണെങ്കിൽ ഒരു 3-4 കടന്തൽ അടുപ്പിച്ച് കുത്തിയതുപോലെയാണ് മുഖം ഇരിക്കുന്നത്. ചേട്ടന്മാർ ഇത് ഷെയർ ചെയ്യാത്തതിൻ്റെ ഒരു ദുഃഖത്തിലാണ് കേട്ടോ. ഇതിവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ഒരു സാധനം മേടിച്ചാൽ ഒരാവശ്യമില്ലെങ്കിലും വെറുതെ ഇരുന്ന് വഴക്കുണ്ടാക്കുക എന്നുള്ളത്. പിന്നെ പിണക്കമായി, പരിഭവമായി. പിന്നെ ഞങ്ങൾ നേരെ പോയത് മിൽക്കാട് അടുത്തോട്ടാണ്. അവിടെ നമ്മുടെ എസ്സുക്കുട്ടനെയും കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച കണ്ടത്. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വലിയ പാടമുണ്ട്. അവിടെ നിറച്ച് പുല്ലിൻ്റെ കൃഷിയാണ്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ പുല്ലെല്ലാം വെട്ടി ഈ മെഷീൻ വഴി അത് ചോപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചോപ്പ് ചെയ്ത പുല്ലാണ് അവർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്തോട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കുറേ നേരമായിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു.